ഒരമ്മയ്ക്ക് തൻ്റെ 2 വയസ്സുള്ള ഏക മകനെ ചൈനയിലെ ഒരു ഹോട്ടലിന് പുറത്തു വെച്ച് കാണാതാകുന്നു. തൻ്റെ മകനെ തേടി ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ ആ അമ്മ അലഞ്ഞത് 1 അല്ല 2 അല്ല 32 വർഷങ്ങൾ. 1988 ഒരു അമ്മയുടെ ലോകം പെട്ടെന്ന് ശൂന്യമായി. ലീ ജിങ്ഷിയുടെ 2 വയസ്സുള്ള മകനെ ചൈനയിലെ ഒരു ഹോട്ടലിന് പുറത്തു വെച്ചാണ് കാണാതാകുന്നത്. ചൈനയിലെ 20-ലധികം പ്രവിശ്യകളിൽ 100 കണക്കിന് പട്ടണങ്ങളിൽ തൻ്റെ മകനെക്കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്ത് ആ അമ്മ അലഞ്ഞു നടന്നു അവനെ തേടി. തൻ്റെ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചൈനയിലുടനീളം 32 വർഷങ്ങൾ എത്രയേറെ കിലോമീറ്ററുകൾ ആ അമ്മ സഞ്ചരിച്ചു. 2020 ആ വിസ്മയം നടന്നത്. കടന്നുപോയ വസന്തങ്ങൾക്കും ശിശിരങ്ങൾക്കും അവസാനം ചൈനീസ് പോലീസ് ആധുനിക DNA ടെക്നോളജിയുടെ സഹായത്താൽ ലീ ജിങ്ഷിയുടെ മകനെ കണ്ടെത്തുകയാണ്. 100 കണക്കിന് മൈലുകൾക്കപ്പുറം അവനെ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും പണം കൊടുത്തു വാങ്ങി വളർത്തിയ കുടുംബത്തിനൊപ്പം അവനെ കണ്ടെത്തുകയാണ്. അവരുടെ പുനഃസമാഗമം വളരെ മനോഹരമായിരുന്നു. ചൈന സെൻട്രൽ ടെലിവിഷൻ തത്സമയ സംപ്രേഷണമൊക്കെ നടത്തി. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ കൈകളിലേക്ക് ഓടിക്കയറുന്നു. അമ്മയും മകനും അച്ഛനും എല്ലാവരും ഒരുമിച്ച് കരയുകയാണ്. കാത്തിരിപ്പിൻ്റെ, വേദനകളുടെ, നിരാശയുടെ കഥകളിൽ നിന്ന് വൈകാരികതയുടെ, സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊഴിഞ്ഞ അതിമനോഹരമായ ഒത്തുചേരൽ. മാതാപിതാക്കളുടെ സ്നേഹം കാലക്രമേണ മങ്ങുന്ന ഒന്നല്ല. അതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ലീ ജിങ്ഷിയുടെ കഥ. ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രത്യാശയുടെ കഥ.